ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് സെഷൻ ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എങ്ങനെയാണ് ഡിസ്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു കസ്റ്റമർ ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് വായിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, അതായത് എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. എന്തും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കുറിച്ചുള്ള ക്ലാസ് എടുത്തൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാണ്ട് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തൂടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ കറൻ്റ്ലി എടുത്തുകൊണ്ടിരിക്കണ ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ് അല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി ഫസ്റ്റ് തന്നെ എങ്ങനെ ഒരു സർവീസ് കൊടുത്ത് ഏർണിങ്സ് ഉണ്ടാക്കാം. ആ ഒരു സർവീസ് കൊടുക്കണമെങ്കിൽ നമുക്കൊരു സ്കില്ല് വേണം. അപ്പം നമ്മുടെ ആ സ്കില്ലാണ് ആ ഒരു സർവീസ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കില്ല് ഇല്ലാത്തവർക്ക് ഒരു സ്കില്ല് തരാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ സ്കില്ല് എന്താണ്? നമ്മൾ ഷോപ്പിഫൈ അക്കൗണ്ട് ബിൽഡ് ചെയ്യാൻ പഠിക്കുന്ന ആ ഒരു സ്കില്ലാണ് ഞാനിപ്പോൾ കറൻ്റ്ലി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യിപ്പിക്കാനുള്ള കാര്യമല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിലോട്ടൊക്കെ നമുക്ക് പോകാം, അതിന് ടൈമുണ്ട്. ആദ്യം ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഷോപ്പിഫൈ അക്കൗണ്ട് ബിൽഡ് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിലോട്ട് പോകാം. ഇത് ഒന്ന് കഴിയാണ്ട് അടുത്തതിലോട്ട് നമുക്ക് കടക്കാൻ പറ്റില്ല. എനിക്ക് എന്തായാലും കിടക്കാൻ പറ്റില്ല. പിന്നെ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യണമെന്നുള്ളവർ നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് പ്രശ്നമില്ല. എന്നോട് ഇന്ത്യൻ ചെയ്യേണ്ട ഇന്റർനാഷണൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഓക്കെ, ഞാൻ വിചാരിച്ചേക്കുന്നത് ഞാനിപ്പോൾ ചെയ്യണുണ്ട്, പക്ഷേ അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് ഫസ്റ്റ് ഇന്ത്യയിൽ തന്നെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇന്റർനാഷണലോട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ച കാര്യമില്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അത് മറ്റേത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോവാം. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഓർഡേഴ്സിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്ക്രീനിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഷോപ്പിഫൈൻ്റെ ബാക്ക് എൻഡിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഡിസ്കൗണ്ടിനെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണ സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രൊഡക്റ്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടെ സോൾഡ് ഔട്ട് എന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം തന്നെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നമ്മുടെ പ്രൊഡക്ട്സിലോട്ട് ചെല്ലാം. അവിടെ നമുക്ക് ഇൻവെൻട്രി എന്ന് കാണാൻ പറ്റും. ആ ഇൻവെൻട്രി ചെന്നിട്ട് ഈ മൂന്ന് വേരിയൻസ് ഉണ്ട്. 3 വേരിയൻസ്, ബ്ലാക്ക്, വൈറ്റ്, ഗ്രീൻ, 3 വേരിയൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 3ഉം സെലക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ബൾക്ക് എഡിറ്റ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കണ്ടിന്യൂ സെല്ലിങ് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞുള്ള പ്രശ്നം മാറി ഇവിടെ ആഡ് ടു കാർട്ട് എന്നാവും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഡിസ്കൗണ്ട് സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ടിൻ്റെ പേജ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ ഈ ക്രിയേറ്റ് ഡിസ്കൗണ്ട് എന്നുള്ള ബട്ടൺ നിൽക്കാം. നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ്, പിന്നെ ബൈ എക്സ് ഗെറ്റ് വൈ എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും ഡിസ്കൗണ്ട് കൊടുക്കണം. ഓരോ പ്രൊഡക്റ്റിനും ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനാണ് എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ബൈ എക്സ് ഗെറ്റ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ 1 get 1 കൊടുക്കുക, ബൈ 2 get 2 അങ്ങനെ കൊടുക്കില്ലേ, ആ ഡിസ്കൗണ്ടിനാണ് അങ്ങനെ പറയുന്നത്. പിന്നെ എമൗണ്ട് ഓഫ് ഓർഡേഴ്സ്, അതായത് ഇപ്പോൾ അവരൊരു മൾട്ടിപ്പിളായിട്ട് കുറേ സാധനങ്ങൾ എടുക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ അതിന് നമ്മളൊരു ഫുൾ ഓർഡറിന് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് അത്. പിന്നെ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നമ്മൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഓർഡർ എന്നാണ്. അതാവുമ്പോൾ നമ്മൾ എമൗണ്ട് ഓഫ് ഓർഡർ, അപ്പോൾ അവർക്ക് ഒരെണ്ണം കൂടി എടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും എന്ന് കാണുമ്പോൾ അവർ ഒരു പ്രൊഡക്റ്റും കൂടി നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കും. നമുക്ക് ഈ എമൗണ്ട് ഓഫ് ഓർഡറിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്. 2 മെത്തേഡ് ഉണ്ട്. ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഡിസ്കൗണ്ട് ഉണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കൗണ്ട് കോഡ് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് കൊടുക്കണം. നമുക്കതിപ്പോൾ ഹലോ എന്ന് കൊടുക്കാം. ഹലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു വെൽക്കം കോഡാവാം. ആദ്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ വന്നവർക്ക് ഉള്ളൊരു ഡിസ്കൗണ്ട് അതാവാം. അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്കാരെ റീടാർഗറ്റ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു
ഡിസ്കൗണ്ട് കോഡാക്കി മാറ്റാം. പിന്നെ ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് ആണ് എടുക്കുന്നത്. ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ട്, നമ്മൾ ചൂസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ആയിരിക്കും. നമുക്കൊരു 10% ഡിസ്കൗണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ചോദിച്ചത് എല്ലാ കസ്റ്റമേഴ്സും, നമുക്ക് ഇന്ന കസ്റ്റമേഴ്സിന് മാത്രം കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല, എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മിനിമം റിക്വയർമെൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ മാക്സിമം ഡിസ്കൗണ്ട് യൂസ്, അതായത് നമുക്ക് ലിമിറ്റ് 1 യൂസ് പെർ കസ്റ്റമർ. ഒരു കസ്റ്റമറിന് ഒരെണ്ണം കൊടുത്താൽ മതി. എപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇതങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കണില്ല, ഫസ്റ്റ് യൂസിലായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയൊന്നും നമുക്ക് ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഈ ആക്റ്റീവ് ഡേറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ദീപാവലിക്ക് വേണ്ടിയാണ് ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഉള്ളൂ എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ കൊടുക്കുന്നത് ഒരു വെൽക്കം ഡിസ്കൗണ്ട് പോലെയാണ്. അപ്പോൾ എല്ലാ സമയത്തും ഉണ്ടാവും. അപ്പോൾ അതിനൊരു ടൈം പീരീഡ് നമ്മൾ കൊടുക്കണില്ല. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇത്രയും ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ വന്നേക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തു, ബൈ നൗ കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിസ്കൗണ്ട് കാണിക്കുന്നത്, ഇവിടെ നമുക്ക് ഹലോ എന്ന് കൊടുക്കാം, അപ്ലൈ. നമ്മുടെ ആ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 999 ഉള്ളതിന് നമുക്ക് 899 കിട്ടും. ഓക്കെ, ആ ഡിസ്കൗണ്ട് നമുക്ക് ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓട്ടോമാറ്റിക് ഡിസ്കൗണ്ട് നോക്കാം അടുത്തത്. അപ്പോൾ ഓട്ടോമാറ്റിക് ഡിസ്കൗണ്ട് ചെയ്യണതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ആദ്യം തന്നെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടേക്കാം. നമ്മളത് ആക്ടിവേറ്റ് ചെയ്യണം. പക്ഷെ ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡിസ്കൗണ്ട് കാണിക്കാൻ പോകണേണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾക്ക് ഇതൊന്ന് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ഡിസ്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ഡിസ്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ എമൗണ്ട് ഓഫ് ഓർഡർ എടുക്കാം. ഇവിടെ നമ്മൾ ഈ പ്രാവശ്യം ഓട്ടോമാറ്റിക് ഡിസ്കൗണ്ട് ആണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ടൈറ്റിൽ നമുക്ക് വെൽക്കം എന്ന് കൊടുക്കാം. അപ്പോൾ ഇതൊരു വെൽക്കം ഡിസ്കൗണ്ട് ആണ്. എപ്പോഴൊക്കെ ഒരു കസ്റ്റമർ ഇതിലോട്ട് നമ്മുടെ വെബ്സൈറ്റിലോട്ട് ആദ്യമായിട്ട് വരുന്ന സമയത്ത് അവർ വാങ്ങിക്കുന്ന സാധനത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കൗണ്ട് അപ്ലൈ ആവും. നേരത്തെ നമ്മൾ ചെയ്തത് മാനുവലായിരുന്നു, ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡിസ്കൗണ്ട് അപ്ലൈ ആവും. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് തന്നെ കൊടുക്കുന്നത് നമുക്കൊരു 10% തന്നെ കൊടുക്കാം. ബാക്കി ഇവിടെ ഒന്നും നോക്കാനില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ കോമ്പിനേഷൻസ് കൊടുക്കാം. അതായത് ഈ ഒരു ഡിസ്കൗണ്ട് പ്ലസ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് അങ്ങനെ പ്ലസ് വേറെ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൂടി കൊടുക്കാം. പക്ഷേ കുറേ അധികം ഡിസ്കൗണ്ട് കൊടുക്കാതിരിക്കുക, കാരണം നമ്മുടെ ബ്രാൻഡ് വാല്യൂവിനെ അത് ബാധിക്കും. അതുകൊണ്ട് കുറേ ഡിസ്കൗണ്ട് ഒന്നിച്ച് കൊടുക്കാണ്ടിരിക്കുക. ഓൾറെഡി നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു 10% ഡിസ്കൗണ്ട് തന്നെ ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഡേറ്റും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. നമുക്കിത് സേവ് ചെയ്യാം. വൺസ് ഇത് സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ചെല്ലാം. ഒരു പ്രാവശ്യം കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. അത് ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമുക്ക് കാണാം വെൽക്കം കോഡ്. ആ ഒരു ഡിസ്കൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 999 പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വെൽക്കം ഡിസ്കൗണ്ട് അവർക്ക് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡിസ്കൗണ്ട് സെക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്കൗണ്ടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. എല്ലാ കസ്റ്റമേഴ്സിനും ആപ്ലിക്കബിൾ ആണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നോട്ട് ഈ ഒരു ഡിസ്കൗണ്ട് ഇതിൽ ആക്റ്റീവായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കൗണ്ട് കൊടുക്കാണ്ടിരിക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഡിസ്കൗണ്ടിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പോഴും ഒരു 10% ഡിസ്കൗണ്ട് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ബ്രാൻഡ് വാല്യൂവിനെ അത് ബാധിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീടാർഗറ്റിംഗ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ ആഡ് ടു കാർട്ട് വരെ വന്നു, പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ വാങ്ങിച്ചില്ല. അപ്പോൾ അവർക്ക് ഒരു 10% ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ
അപ്പോൾ അവർ ചോദിക്കും 10% ഡിസ്കൗണ്ട് എന്നാൽ പിന്നെ ആ സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അവരത് വാങ്ങിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്കൗണ്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഡിസ്കൗണ്ടിനെ പറ്റി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു ഓർഡർ വരണയാണെങ്കിൽ അത് എങ്ങനെ ആണ് വായിക്കണത്, ഷോപ്പിഫൈയിൽ അതെങ്ങനെ വായിക്കണതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണെയാണ്. അപ്പോൾ ഞാനിതിന് വേണ്ടി ഞാൻ എൻ്റെ തന്നെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓർഡേഴ്സിൽ പോവാം. അപ്പോൾ ഈ ഓർഡേഴ്സിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു ഓർഡർ വന്നേക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ പേര് MS1001 കൊടുത്തിട്ടുണ്ട്. നമ്മൾ അന്ന് പ്രിഫിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെയൊക്കെ വീഡിയോയിൽ നമ്മൾ പ്രിഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ ഒരു ഓർഡർ നമ്പറാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ഇത് എൻ്റെ പേര് മേരി ശിലോസ, ഞാനാണ് ഇത് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാനായിട്ട് എൻ്റെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് കിട്ടും. അപ്പോൾ ഈ പേജിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും, ആ ഓർഡറിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഈ കസ്റ്റമർ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ചേക്കുന്നത്. അതിന് 999 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു വെൽക്കം ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ആഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നമുക്ക് പേ ചെയ്യണ എമൗണ്ട് 899 ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടായി, അപ്പോൾ അത് ഇതിൽ ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് വന്നേക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇവിടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഓർഡർ കൺഫർമേഷൻ്റെ ഇമെയിൽ മേരി ശിലോസയുടെ ഇമെയിൽ അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പെയ്ഡ് എന്ന് കാണിക്കുന്നത് 0 ആണ്, കാരണം ഇതൊരു ക്യാഷ് ഓൺ ഡെലിവറി ആണ്. അതുകൊണ്ട് ഇവിടെ 0 ആണ് കാണിക്കുന്നത്. ഇതൊരു റേസർ പേ വഴിയായിരുന്നു പേ ചെയ്തേക്കുന്നെങ്കിൽ പെയ്ഡ് ബൈ കസ്റ്റമർ ഇവിടെ 899 ഉണ്ടായിരുന്നേനെ. പക്ഷേ ഇതിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ടാണ് ഇത് 0 കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ നോട്ടൊന്നും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, അവിടെ ബ്ലാങ്ക് ആയിട്ട് തന്നെയായിരിക്കും കിടക്കുന്നത്. ഇവിടെ കസ്റ്റമറിൻ്റെ പേര് മേരി ശിലോസ, ഓർഡർ ചെയ്തത് 1 ഓർഡറാണ്, ഒരു ഓർഡർ ചെയ്തിട്ടുള്ളൂ. 3 ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 ഓർഡർ വരും. പിന്നെ മെയിൽ ID വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് കൺവേർഷൻ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ആഡ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ ഏത് ആഡ് വഴിയാണ് നമുക്ക് ഈ ഒരു കൺവേർഷൻ അയക്കുന്നത്, ഈ ഒരു ഇതിലോട്ട് നമ്മൾ ഈ ഒരു പർച്ചേസിലോട്ട് വന്നത് ഏതൊരു ആഡ് വഴിയാണ് എന്നുള്ള കാര്യമായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കൺവേർഷൻ ഡീറ്റെയിൽസ് അതായിക്കോളൂ. പിന്നെ ഓർഡർ റിസ്ക് എന്ന് പറയുമ്പോൾ ഷോപ്പിഫൈ നമുക്ക് ഈ ഒരു സംഭവം തരണമെന്ന് വെച്ചാൽ ഓർഡർ റിസ്ക് ഹൈ ഉണ്ടാവും, മീഡിയം ഉണ്ടാവും, ലോ ഉണ്ടാവും. അപ്പോൾ ലോവും മീഡിയം ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അത് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്താലും പ്രശ്നമില്ല, അത് ഫുൾഫിൽമെൻറ്റ് ചെയ്യാം. പക്ഷേ ഒരു ഹൈ റിസ്കിലുള്ള ഒരു ഓർഡറാണ് അതെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഡർ എടുക്കാണ്ടിരിക്കുക. കാരണം ഇവർക്ക് ലൈക്ക് ഷോപ്പിഫൈക്കാണെങ്കിലും റേസർ പേയ്ക്കാണെങ്കിലും അത് ലൈക്ക് ആ ഒരു ഓർഡറിനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഹൈ റിസ്ക് ആണെങ്കിൽ എടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കാം, അതാണ് നല്ലത്. ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ലോ മീഡിയമിലും എല്ലാ ഓർഡേഴ്സ് എല്ലാം നമുക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് അല്ലാതെ ഇതാണ് നമ്മുടെ ഓർഡർ ഡീറ്റെയിൽ, ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം എപ്പോഴാണ് ഈ ഓർഡർ വന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. ഇനി ഈ ഒരു ഡീറ്റെയിൽ കൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമർ ഡാറ്റയും ഇവിടെ ആഡായി കിട്ടും. കണ്ടോ, കസ്റ്റമർ ഡാറ്റയും നമുക്കിവിടെ കിട്ടി. ഫസ്റ്റ് മേരി ശിലോസ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫുൾ കസ്റ്റമർ ഡേറ്റാസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഓർഡർ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഈ ഒരു ഫുൾ കസ്റ്റമർ ഡേറ്റാസും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് തുടങ്ങാം, നമ്മുടെ സ്റ്റോർ നമുക്ക് സ്കെയിൽ ചെയ്ത് തുടങ്ങാം. അവർക്ക് ഡിസ്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു കസ്റ്റമർ ഡേറ്റ ഉണ്ടെങ്കിൽ എല്ലാം റെഡിയാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഒരു ഡിസ്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ വായിക്കും, അതെങ്ങനെ മനസ്സിലാക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് കസ്റ്റമർ ഡേറ്റാസൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സപ്ലയേഴ്സിനാണെങ്കിലും നമ്മുടെ ടീമിനാണെങ്കിലും അയച്ചു കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യണതാണ്. അതായത് ഇപ്പം ഞാനിവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ല,
ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്താണെങ്കിലും അത് ചെയ്യണമെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അല്ലാതെ ഒന്നും പൈസ ഇല്ലാതെ ഒന്നും വെറുതെ ഒന്നും നടക്കാനൊന്നും പോണില്ല. ആരും പറയണ പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ. ശരിയാണ്, നമ്മൾ ഒരു അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നു, ഇടുന്നു, ഓക്കെ, പ്രൊഡക്റ്റ് സെല്ലാവുന്നു എന്നല്ലേ പറഞ്ഞത്. അതിൽ ആഡ് സ്പെൻഡും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട്. അതിന് ഈ ആഡൊക്കെ ഇടണമെങ്കിൽ തന്നെ പൈസ കൊടുക്കണം. അല്ലാതെ ആഡ് ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ആഡ് കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്താലേ ആഡ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ പൈസക്കൊക്കെ ആഡ് ഇട്ടിട്ട് പ്രൊഡക്റ്റ് സെല്ലാവണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആവൂല. കുറച്ചധികം പൈസ ചിലവാക്കിയാൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ലാവുള്ളൂ. നല്ലോണം ആഡ് പോയി കഴിഞ്ഞാൽ മാത്രമേ പ്രൊഡക്റ്റ് സെല്ലാവുള്ളൂ. മനസ്സിലായോ? ഓർഗാനിക്കായിട്ട് ആഡ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് സെല്ലാന്നൊക്കെ കുറേ ടൈം എടുക്കും. അപ്പോൾ ആ ഒരു കാര്യം, ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പിന്നെ പതിയെ പുറകിൽ പറഞ്ഞുതരാം. എന്താണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും എന്തും ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, സംശയമുള്ളവർ നിങ്ങൾ ഡിസ്കഷൻ ഗ്രൂപ്പിൽ, ഞാൻ ഇപ്പം ഡിസ്കഷൻ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ വന്ന് ചോദിക്കണം സംശയം. അപ്പം നമുക്ക് അതിൽ പറഞ്ഞുതരാൻ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞാനല്ലാതെ അതിൽ 2-3 പേര് എക്സ്ട്രാ ഉണ്ട്. അപ്പം അവരാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം പറഞ്ഞുതരും. മനസ്സിലായോ? അപ്പം ഞാൻ അതിലൊരു കാര്യം നിങ്ങളോട് ചോദിച്ചിട്ട് ഇതുവരെ ആരും റിപ്ലൈ ചെയ്തിട്ടില്ല. 10-70 പേര് ഇപ്പം അതിൽ ആ ഗ്രൂപ്പിലുണ്ട്, പക്ഷെ ആരും മിണ്ടണില്ല. അപ്പം നിങ്ങൾ മിണ്ടിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യം. നിങ്ങൾ സ്റ്റോർ ഇപ്പോൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കണതാണ്, ഇപ്പം എന്നെ കൂടി തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ് എന്താണ്, നിങ്ങൾ എവിടെ എത്തി, നിങ്ങൾ ഫെയിലിയർ ആണെങ്കിൽ, നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങളത് സ്ക്രീൻഷോട്ട് സഹിതം അവിടെ ഇടാം. പിന്നെ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ ഇടണ്ട, പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ഇടണ്ട. കാരണം നമ്മളിപ്പോൾ അത് കണ്ടിട്ട് ആർക്കും അത് കണ്ടിട്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോണില്ല. മനസ്സിലായി? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പം ഞാൻ ഒരു സാധനം ഇട്ട്, ഇത് ഫെയിലായി, ഞാൻ ചെയ്തിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്ക് മനസ്സിലാവും, ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് മനസ്സിലായോ? അപ്പോൾ അയാൾക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ അയാൾക്കാണെങ്കിലും ഒന്ന് പറയാം, ഇങ്ങനെ എല്ലാട്ടും അത് ചെയ്യേണ്ടത്, ഇതുപോലെ ആയിരുന്നു ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. മനസ്സിലായോ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോവാം. അതല്ലേ നല്ലത്. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഈ സപ്ലൈസിനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ പതിയെ പുറകെ പറഞ്ഞുതരാം. പിന്നെ അതുമല്ല, ഇനി നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണം, പക്ഷേ ഈ 1-to-1 മെൻറ്റർഷിപ്പ് എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. കാരണം എനിക്കതിനുള്ള ടൈമില്ല. ഇപ്പം ഞാനത് ചെയ്യണില്ല, ഞാൻ ചെയ്യണില്ല, എൻ്റെ ടീമും ചെയ്യണില്ല. നിങ്ങൾക്ക് അല്ലാതെ സർവീസ് വേണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഒരു ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മുടെ ടീമിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും അത് ചെയ്തു തരും. പക്ഷേ ഇതൊരു ഫ്രീ ആയിട്ടുള്ള കാര്യമല്ല, അതൊരു സർവീസാണ്. എൻ്റെ ടീമാണ് ചെയ്തു തരുന്നത്. അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. അവർ ഫസ്റ്റ് നിങ്ങളെ കൺസൾട്ട് ചെയ്യും. കൺസൾട്ടേഷനിൽ നിങ്ങളോട് പറയും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ഷോപ്പിഫൈ അക്കൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടായിരിക്കും അവർ ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അത് നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അത് എടുത്താൽ മതി. അല്ലാതെ നമ്മൾ ആരോടും പറയണില്ല നിങ്ങൾ എടുക്കണം, ഞങ്ങളുടെ സർവീസ് എടുക്കണം എന്ന് ഞങ്ങൾ ആരോടും പറയണില്ല. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ കൂടെ പറ്റുള്ളെങ്കിൽ മാത്രം ഞങ്ങളുടെ അടുത്ത് വന്നാൽ മതി. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സംശയമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇടാം. ഡിസ്കഷൻ ഗ്രൂപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഇടാം. ഓക്കെ, ആർക്കെങ്കിലും അതിലറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇച്ചിരി ലേറ്റാണ് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിപ്ലൈ ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, അപ്പം അത്ര ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട്. ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ലിങ്ക്. നിങ്ങൾ വന്ന് ആഡ് ആവുക, സംസാരിക്കുക. നമുക്ക് പതുക്കെ എല്ലാവരും കൂടി ഒന്നിച്ച് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്.